പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്കുണ്ടായിരുന്നു. ഒരു റോഡ് നന്നാക്കി, ഇതുവരെ ഒരു റോഡ് നന്നാക്കി അത് റീൽസ് എടുക്കാൻ പോലും ഈ താനാളു ഗ്രാമപഞ്ചായത്തിൽ ഒരു റോഡും ഇല്ലാത്തത് കൊണ്ട് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ റോഡിലൂടെയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ റീൽസ് എടുത്തുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് താനാളൂരിൽ വികസനമില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ അവർ തന്നെ കൃത്യമായി നമ്മുടെ വികസനം ഓരോ വീഡിയോയിലൂടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താനാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ അണിചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അരീക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി അമീറ ടീച്ചർ, താനാളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ചെറുമേലത്ത് സുലൈമാൻ, ജില്ലാ പഞ്ചായത്ത് താനാളൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന രാധേച്ചി, എല്ലാവരും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ 25 വർഷമായി തുടരുന്ന ഭരണം, അതായത് ഏകദേശം 22 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണത്തിലുള്ളത്. ഈ ഭരണ തുടർച്ചയേകാൻ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ അരീക്കാട് പാടം പ്രദേശത്ത് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മുടെ മന്ത്രി വി അബ്ദുറഹിമാൻ 45 ലക്ഷം രൂപയാണ് KV പാറപ്പുറം നെച്ചിക്കാട് ആലഞ്ചുപടി നെച്ചിക്കാട് ഈ റോഡിന് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കരുമരക്കൽ ഓങ്ങുണ്ട് റോഡ് 25 ലക്ഷം രൂപ നമ്മളെ 12ാം വാർഡും അതുപോലെ തന്നെ 12ാം വാർഡിലെ മെമ്പർ കളത്തിൽ ബഷീറിൻ്റെ ഭാര്യ ബഷീറിൻ്റെ ഒക്കെ എല്ലാവരും പരിശ്രമ ഫലമായിട്ടാണ് ഈ റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും ഈ റോഡിനെയാണ് ആസ്പദമാക്കിയിട്ടാണ് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വികസനം നമ്മുടെ നാട്ടിൽ ഇനിയും വരാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ആസ്തിയിൽ ഉൾപ്പെട്ട പകര കരുമരക്കൽ ഓങ്ങുണ്ട് റോഡിലേക്കാണ്. ഇതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ കേരള ഗ്രാമീണ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിരുന്ന 25 ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് റോഡ് പ്രവൃത്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പൂർത്തീകരിച്ചത്. അതായത് നമ്മുടെ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നത് കാരണം നമുക്ക് ഉദ്ഘാടനമോ മറ്റൊന്നും നടത്താൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് അഭിമാനിക്കാം, ഈ ഒരു റോഡാണ് മറ്റെല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് റീൽസിലും മറ്റും അവരുടെ പേരായിട്ടൊക്കെ കാണിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര കണ്ട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു തെളിവ് അവർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ 12ാം വാർഡിൽ ഏകദേശം ഈ കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ ഭാര്യയായിരുന്നു മെമ്പർ. അവർ 2,15 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മൊത്തം വാർഡുകൾ നടത്തിയിട്ടുണ്ട്. ചുങ്കം പെരുമണൽ റോഡ്, അതേപോലെ ഈ റോഡ്, ഇങ്ങനെയുള്ള ഒത്തിരി വലിയ എമൗണ്ടുകൾക്കുള്ള റോഡുകൾ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ഞാൻ 8ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. നമ്മുടെ ചിഹ്നം കൊടയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട എല്ലാ നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചിഹ്നമായ കൊടയിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ താനാളൂർ പഞ്ചായത്തിലേക്ക് അയക്കണമെന്നും ഇനി തുടർന്നും എൻ്റെ പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയിട്ടും മറ്റും ഉണ്ടായിരിക്കുമെന്നും ഞാൻ പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇതുവരെ അർപ്പിച്ച എല്ലാ 10 വർഷക്കാലം 2 പ്രാവശ്യമായിട്ടോ ഒരു പ്രാവശ്യം ഞാനും പിന്നീട് എൻ്റെ ഭാര്യയും മെമ്പറായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. തുടർന്നും നിങ്ങളുടെ സേവനം ഉണ്ടാവുന്ന കൂടി ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അരീക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നവരും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളമാണ്. എല്ലാവരും എനിക്ക് വോട്ടുകൾ ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, വോട്ടർമാരെ, നമുക്കറിയാം ഈ ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പായി. ഈ 11ാം തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ നാട്ടിൻ്റെ വികസനം പുനരുജ്ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട LDF സാരഥികളെ, നമ്മളെ വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന വിവിധ വാർഡുകൾ മത്സരിക്കുന്ന LDF സാരഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് അവരെ താനാളൂരിൻ്റെ ഭരണം നിലനിർത്തുന്നതിനും വേണ്ടി എല്ലാവരോടും അവരുടെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇതുവരെയായിട്ടും നമുക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തയക്കുന്നത് ഈ വർഷം
ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ട് നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിയണം. അതിനെല്ലാവരും ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ കൂടി നമ്മളെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനെ കൂടി തെരഞ്ഞെടുത്ത് നമുക്ക് ഈ ഭരണം നിലനിർത്തുന്നതിനും നമ്മുടെ ഈ ഈ സുവർണ്ണ കാലഘട്ടം നിലനിർത്തുന്നതിന് കൂടി എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താനാളൂർ പഞ്ചായത്ത് ഭരിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. 25 വർഷത്തെ വികസന പുരോഗതി തുടർന്നുണ്ടാവുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ചരിത്രത്തിലാദ്യമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് താനാളൂർ ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ പോവുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KP രാധയെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചുകൊണ്ട് നിലവിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിന് ഒരു പരിഹാരം കാണണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് താനാളൂർ പഞ്ചായത്തിലെ അരീക്കാട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന അമീറ ടീച്ചർ, അതുപോലെ തന്നെ താനാളൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എന്നെയും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കപ്പും സാസറും അടയാളത്തിലും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും വിജയിപ്പിച്ചുകൊണ്ട് താനാളൂരിൻ്റെ വികസന മുന്നേറ്റത്തിന് നിങ്ങളൊരു കയ്യൊപ്പ് ചാർത്തണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.